സോഷ്യൽ മീഡിയയിൽ മശായിഖന്മാർക്കെതിരെ കുതിര കയറുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തു വെച്ച ചില ക്ലിപ്പുകൾ ഞങ്ങൾക്ക് വിടേണ്ടി വരും. ഞാൻ ആമുഖം പറയുന്നത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും. കാട്ടുവളപ്പിൽ കോളാമ്പേ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഇതാണ് വിട്ടൂട്. ഞങ്ങൾക്ക് താങ്ങാൻ കജൂരാന്ന് വെച്ച് നോക്കണ്ട. ഇനിയിപ്പോൾ വലിയൊരു പോത്താമ്പി പറഞ്ഞാണ്ട് സുലൈമാണ്ടിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും ചെറിയ പുസ്തകമൊക്കെ പോയി എന്ന് പറഞ്ഞാണ്ട് ഉള്ളൊരു വീഡിയോ ഇട്ടല്ലോ, എന്നിട്ട് അതുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ കജൂരാന്ന് പേടിച്ചാണ്ട് വിടാക്കണ്ട. ഇത് ആൺകുട്ടി അടക്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചാൽ കഴിയേ. ഇപ്പോൾ വിട്ട വീഡിയോൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? നേരത്തെ സുലൈമാണ്ടിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും ചെറിയ പുസ്തകം പോയതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് വിട്ടതാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സുലൈമാണ്ടിൻ്റെ അടുത്ത് പോയി, ബഹുമാനപ്പെട്ട പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളെ സുലൈമാണ്ടിൻ്റെ അടുത്ത് പോയി, അതുപോലെ ബേപ്പൂർ കാദി സുലൈമാണ്ടിൻ്റെ അടുത്ത് പോയി. ആ ഹളറത്തിൽ വരാത്തവരായിട്ട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇങ്ങനെ വീഡിയോ വിടുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ ഒരൊറ്റ വീഡിയോ ആണ്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് നസീഹത്തിന് വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു. ഇവരതിനു വേണ്ടി പോയി. അവിടെ പരിപാടി 3 ആളും പോയത് ഒരേ പരിപാടിയിലാണ്, ഒറ്റ പരിപാടി. എന്നിട്ട് അത് കഷ്ണം മുറിച്ചാണ്ട് അതിങ്ങനെ വിടുക. അതിനകത്ത് വരിക. ഒരു വീട്ടിലൊരു പരിപാടി നടക്കുമ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണപ്പരയിൽ സംബന്ധിക്കുന്ന സമയത്ത് ഈ സുലൈമാണ്ടി അവിടെ ഉണ്ട്. ഓ, ഞങ്ങളുടെ ഉന്നത ഹദ്റത്തിനെ ദാസി സന്ദർശിച്ചിരിക്കുന്നു. എന്താ ചങ്ങായി വിചാരിച്ച എല്ലാവരും ഇതുപോലെ മൊയന്തന്മാരാണ് വിചാരിക്കുക, എല്ലാവരും കുരുവട്ടൂരികളാണ് വിചാരിക്കുക. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇവിടെ വിട്ട ഓരോന്ന് നിങ്ങൾ നോക്കി, എല്ലാം ഇതേമാതിരിയാണ്. ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് കുടുംബത്തിലെ കാരണവർ അവരെ സമീപിച്ചില്ലേ? അന്ന് ഇ.കെ. ഉസ്താദിന്റെ നിർദ്ദേശത്തിലാണ് അവരവിടെ വരുന്നത്. കാണിച്ചു കൊടുക്ക ഉമർ അലി തങ്ങൾ വന്നിറങ്ങും. ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ വന്നിട്ടില്ലേ? ആ കാലത്ത് അന്നു തന്നെ സംസാരിക്കുന്നവരോട് ഇതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയിൽ അവർ പ്രസംഗിക്കുന്നുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെ വെറുതെ പോണ ആളാ ചെറുശ്ശേരി ഉസ്താദ്. ഇതുണ്ടല്ലേ, ഇത് ഉമർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്ത പരിപാടിയാണ് കേട്ടോ. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. മിക്കവാറും ബഹുമാനപ്പെട്ട ശൈഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് ആയിരിക്കും, ആണ്ടായിരിക്കും. അപ്പോൾ അതും ഈ സുലൈമാണ്ടിൻ്റെ ചെറുപ്പകാലത്താണ്. അന്ന് ഇവരാ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. അവർ പോയി, അവരവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സംബന്ധിച്ച് കുറേ വിഷയങ്ങൾ പറഞ്ഞു, ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആരെ പേരിലാക്കുകയാണ്? കട്ട് ചെയ്താണ്ട് അതൊക്കെ ചെറിയ ഭാഗമായിട്ട് കട്ട് ചെയ്താണല്ലോ വിടണേ. അതൊക്കെ ഈ സുലൈമാണ്ടിനെ പറ്റി പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കുകയാണ്. ഒന്ന് കണ്ടില്ലേ, ഇത് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ പ്രസംഗിക്കുകയാണ്. അതേ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തത് വിട്ടേ. അത് കേട്ടോ നിങ്ങൾ. ചെറുശ്ശേരി ഉസ്താദ് വന്നില്ലേ? വന്നവിടെ വഴുതു പറഞ്ഞില്ലേ? ചെറുശ്ശേരി ഉസ്താദ് വെറുതെ വരുമോ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, അവർ വന്ന ചരിത്രം, അവർ പഠിപ്പിച്ചത്, അവരവിടെ പ്രസംഗിച്ചത്, ഇതൊക്കെ ചരിത്രങ്ങളല്ലേ? ജീവിച്ചിരിക്കുന്ന ചരിത്രം കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്, വിശദമായ സംസാരമൊക്കെ കൊണ്ടുവന്നതാണ്. അവിടെ ഇല്ലാത്ത ആലിമീങ്ങൾ തന്നെ ചുരുക്കാം. അരീക്കാടായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൊണ്ടുവരാം. ഇതുണ്ടല്ലോ, ചെറുശ്ശേരി ഉസ്താദ് അവിടെ വന്നത് എന്തിനാന്നുള്ള മനസ്സിലായില്ലേ? അവിടെ വയലറിയാൻ വേണ്ടി വന്നതാണ്. ഇതിനാണിപ്പോൾ ഉന്നത ഹദറത്തിൽ സുലൈമാണ്ടിൻ്റെ അടുത്ത് വലിയ ആളുകളൊക്കെ സന്ദർശനം നടത്താറുണ്ട് എന്നുള്ളതിന് തെളിവ്. ആ വീട്ടിൽ വരുമ്പോൾ പിന്നെ എന്തായാലും അയാളായിട്ടൊന്ന് കൂടിയിരുന്ന് സംസാരിക്കൂലേ? അത്രേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഒന്നുമല്ല. ഇത് വലിയ പോത്താമ്പി ആക്കിയാണ്ട് അവതരിപ്പിക്കുകയാണ്. പിന്നെ ഇബൽക്കൊരു ലക്ഷ്യം ഉണ്ട്, ഇതൊക്കെ വീഡിയോ പിടിച്ചേക്കണം. എന്നിട്ട് ഇങ്ങനെ കഷ്ണം മുറിച്ച് അവിടെയും ആക്കിയാണ്ട് ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ട്. അതാണ് ഇബലെ ലക്ഷ്യം. ഇനി ബേപ്പൂർ കാലി വന്നത് നോക്കി, ഇതേ പരിപാടി തന്നെ ബേപ്പൂർ കാലി വന്നത്. പക്ഷെ അവിടെ ഒരു മാറ്റമുണ്ട്. ബേപ്പൂർ കാലി വരുന്നത് അവരെ സ്വീകരിക്കണതൊന്നും ഉണ്ടാക്കണില്ല, ഇതിൽ കാണിക്കണില്ല, ആൾക്ക് കട്ട് ചെയ്തിരിക്കണ്. പിന്നെ അവിടെ സുലൈമാണ്ടിൻ്റെ അടുത്ത് ഇരിക്കണതാണ് കാണിക്കണത്. അത് കാണിക്കുമ്പോൾ തന്നെ പുറത്ത് വേദ പറയണ പ്രസംഗിക്കണ ശബ്ദം ശരിക്കും ആ വീഡിയോയിൽ കേൾക്കും ചെയ്യാം. അതേ പരിപാടിയിൽ വന്നതാണ്. കേട്ടു നോക്കി നിങ്ങൾ. ആ രംഗം നമുക്കൊന്ന് കാണാം. അവർ അന്ന് ഇരുത്തിയിട്ട് ബേപ്പൂർ കാലി അടക്കമുള്ളവർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഭാഗം വെച്ചു കൊടുക്കുക. ഇത് ശ്രദ്ധിച്ച് കേട്ടു നോക്കിട്ടോ. ഇതിൽ പുറത്തുനിന്ന് ആ പരിപാടിയുടെ അവിടെ പ്രസംഗിക്കുന്ന ശബ്ദം ശരിക്കും കേൾക്കാം. അപ്പോൾ ഒരേ പരിപാടിയിൽ ഈ ആളുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ സുലൈമാണ്ടിൻ്റെ ഹദ്റത്തിൽ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, എത്ര ആളുകളാണ് വരുന്നത്, അവരെ സന്ദർശിക്കുന്നത്.
ഇതൊക്കെ EK ഉസ്താദിൻ്റെ ആശീർവാദത്തോടു കൂടി വന്നതാണെന്നാണ് പറഞ്ഞത്, അംഗീകാരത്തോടു കൂടി വന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് ഒരു പരിപാടിക്ക് വിളിച്ചുമ്പം അവിടെ വേദനരാൻ പോകാനേ ശംസുലുലമ EK ഉസ്താദിൻ്റെ അംഗീകാരത്തോട് ഒക്കെ അങ്ങോട്ട് തട്ടിച്ചാണ് പാച്ച നോണിയും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഏതിന് തെളിവ്? സുലൈമാണ്ടിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ സന്ദർശിക്കലുണ്ട്, ഇനി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വിടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഒലിച്ചു പോകും, നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇജ് വിട് ചങ്ങായി, ഇതേമാതിരത്ത് ഓരോന്നുണ്ടാകും. അല്ലാതെ എന്ത്? ആരാണ് ആ സുലൈമാണ്ടിനെ ഷെയ്ഖാക്കി അയാളെടുത്തു നിന്ന് ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി ആര് പോകും? സുൽത്താനുലുലമ പോയപ്പോൾ തന്നെ ചോദിച്ചില്ലേ, നിങ്ങൾ നിസ്കരിക്കലില്ല എന്ന് പുറത്ത് ആളുകളൊക്കെ പറയുന്നുണ്ട്. നിസ്കരിക്കലൊന്നും ഇല്ല എന്ന് അങ്ങോട്ട് ചോദിക്കാണ്. ആരോട്? സുലൈമാണ്ടിനോടാ ചോദിക്കണേ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ജാതി ഓരോ ഉടായ്പ പറഞ്ഞാണ്ട് മൂപ്പരത്ത് അതുണ്ട് ഇതുണ്ട്, വീട് കോളാമ്പി എൻ്റെ അടുത്തുള്ള മുഴുവനും, എന്നിട്ട് തോണ്ട ഒളിച്ചു പോട്ടേന്ന്. എന്നാൽ പിന്നെ ഈ രാവിലെ തന്നെ ചട്ടി പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചരട്ടി നൂലും പന്തലൊന്നും എടുത്താണ്ട് ഇങ്ങനെ പായണ്ടല്ലോ ഓരോ കവലിലേക്ക്. അന്നെ പോലത്തെ 3 എണ്ണം ഇങ്ങനെ ആർപ്പും പുള്ളി ഉണ്ടാക്കിയാണ്ട് വൈകുന്നേരം ആകുമ്പോൾ 5-6 മണിക്കൂർ എന്തിനാ ചെലവഴിക്കണേ? ആണ്ട് ഒളിച്ചു പോയിക്കോട്ടാണ്ട് വിട്ടുപിടിച്ചതൊക്കെയാണ്. എന്താ അത് വിടാത്ത? ഓലപ്പാമ്പ് വെട്ടി പേടിപ്പിച്ചേച്ച്. ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഓന് ഏറ്റവും വലിയ കാട്ടുകള്ളനാണെന്ന് ബഹുമാനപ്പെട്ട വൈലത്ത് തങ്ങൾ പാപ്പാന്റെ വാക്ക് കടടുത്ത് പറയുകയാണെങ്കിൽ ലോക കാട്ടുകള്ളനാണ് ഓന് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോസുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാൻ, ആ മഹാന്റെ അടുക്കലേക്ക് ആര് വരുന്നു ആര് പോണ്, അത് ഓല് നോക്കണ പണിയാ ഓൽക്ക്. ഓലത്തേക്ക് ആര് വന്നോട്ടെ, ആര് വന്നില്ലെങ്കിൽ എന്ത്, വന്നാലെന്ത്, ഓൽക്ക് എല്ലാം കണക്കാം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ആര് ഓലത്തേക്ക് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഹദ്റത്തിലേക്ക് എത്ര മനുഷ്യന്മാർ വന്നിരുന്നു അവിടുത്തെ ഹയാത്ത് കാലത്ത്? ആര് വരുന്ന ആര് പോകണം നോക്കി ഉത്തരക്കുക ബഹുമാനപ്പെട്ടവർ അല്ലല്ലോ. എന്നാൽ ഈ സുലൈമാൻ്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ വീഡിയോ എടുത്ത് വെച്ചേക്കുക. എന്തിനാ വീഡിയോ എടുത്ത് വെക്കേണ്ട ആവശ്യം? അതൊക്കെ ഓനൊരു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണെങ്കിൽ എന്തിനാണ് ഓ വീഡിയോ എടുത്ത് വെക്കേണ്ട ആവശ്യം? ഓൻ്റെ അടുത്തേക്ക് വരുന്നവർ വരട്ടെ, പോണവർ പോട്ടെ. ഇനി നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് കുറേ ടീം എതിർക്കും അല്ല അംഗീകരിക്കും, എന്തോ ആയിക്കോട്ടെ. ഓൽക്ക് ജനങ്ങൾ അംഗീകാരം ഓൽക്ക് ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ജനങ്ങൾ അംഗീകാരം ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ജനങ്ങൾ എതിർത്തുന്നുള്ളതുകൊണ്ട് ഓൽക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൽക്ക് അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഓല അള്ളാഹു ലയിച്ച ആളുകളല്ല, അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ആളുകളല്ലേ ഓല്. ഔലിയാക്കളെ ഔലിയ വലിയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഓൽക്ക് ആര് എതിർത്ത് ആര് അംഗീകരിച്ചില്ല, ഓൽക്ക് തെത്ത്. ഓലത്തുകാർ വരുന്ന് പോണേ എന്ത്? ഇത് കൂട്ടിച്ചത് താനി ചേക്കുട്ടിപ്പാപ്പ അതായിട്ട് നടക്കുകയാണ് ഇപ്പൊ. എന്നിട്ട് ഓനെന്താ ഓൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ മുഴുവൻ വീഡിയോ എടുത്ത് വെച്ചേക്കുക. അതെന്നോ ഏറ്റവും വലിയ കാട്ടുകളനാണെന്നുള്ളൊരു തെളിവാ. പിന്നെ ഇപ്പം നൗഷാദ് പറഞ്ഞ വലിയ സംഗതി ഇപ്പം എന്താ, മീനങ്ങാടി സുലൈമാനായിട്ട് 40 കൊല്ലത്തെ ബന്ധമുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. 40 കൊല്ലം മുന്നേ പനിയിട്ട് ബന്ധമുണ്ടായിരുന്നു പറഞ്ഞാണ്. കാരണം എന്താണ്, ബഹുമാനപ്പെട്ട CM വലിയുള്ളായുടെ ഹയാത്ത് കാലത്ത് ചങ്ങായി അടക്കക്കട വന്നിരുന്നു. പിന്നെ ആട്ടിയതാണ് ഈ കാട്ടുകള്ളനെ, പിന്നെ അവിടുന്ന് ആട്ടി വായിപ്പിച്ചതാ. അന്ന് അവിടെ അങ്ങനെ ആ കാലത്തോ വരുമ്പോൾ അവിടുന്ന് കണ്ടു പരിചയം ഉണ്ടായിരുന്നു. അതന്നെ അന്ന് പിന്നെ ആ പരിചയത്തിനടുത്തത് അന്ന് എന്തുണ്ടാവും, ഇവിടുന്ന് കാണേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് 10-40 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കാണണം. അപ്പൊ കണ്ടവരോട് പറയണം 40 കൊല്ലം മുന്നേ ഇയാളെ പോയി 12 ഇയാളെ പരിചയം ഉണ്ടായിരുന്നു പറഞ്ഞതാ. അവൻ പിന്നെ എന്ത് ചെയ്യണം? 40 കൊല്ലം മുന്നത്തെ 40 കൊല്ലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെങ്ങായി. 40 കൊല്ലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിക്കണം, ഇജെന്താ എങ്ങനെ നിസ്കരിച്ചല്ലോ എന്ന് വെച്ച്, അന്നെ പറ്റി ഇവിടെ നിസ്കരിക്കില്ല. ബഹുമാനപ്പെട്ട ജെപിസ്താന്റെ ഭാഷയിൽ പറഞ്ഞ് നിങ്ങളെ നിസ്കരിക്കില്ലാന്ന് കേൾക്കുന്നുണ്ടല്ലോ. അല്ല, 40 കൊല്ലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളോട് 40 കൊല്ലം കഴിഞ്ഞേരം ചോദിക്കുകയാണ് നിങ്ങൾ നിസ്കരിക്കണില്ല എന്ന് ആൾക്കാർ പറഞ്ഞേക്കുണ്ടല്ലോ. ചെങ്ങ ഇതത്തെ ഈ പറയുന്ന അനക്കെങ്കിലും സ്വന്തം പാടണം അവസാദെ. അപ്പം ചോദിക്കണ്ടേ, ഇത് ഈ 40 കൊല്ലമായിട്ട് ഇതൊന്നും കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാ ചോദിക്കണം നിസ്കരിക്കണില്ലാന്ന്? ചെങ്ങായി അതല്ലേ ചിന്തിക്കേണ്ടേ? അപ്പൊ എന്താ ഇപ്പൊ കുറെ കാലം പിന്നെ മുന്നേ പിന്നെ ഒരു 40-30 കൊല്ലം മുന്നേ വരെ ഒന്നോ കണ്ടിട്ട് പരിചയമുണ്ടായിരുന്നു. പിന്നെ പിന്നെ യാതൊരു ബന്ധമില്ല. അപ്പൊ അന്ന് കണ്ട് അങ്ങനത്തെ അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ പോയപ്പോ ആരോ പിന്നെ ദേവസ്ഥാനോട് എത്തിച്ചു. ഏതായാലും അങ്ങനെ കണ്ടപ്പോൾ ഇയാളെ പറ്റി ഇങ്ങനെ നിങ്ങൾ നിസ്കരിക്കില്ലല്ലോ, ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇവനെ നിസ്കരിക്കാത്തപ്പോ ലോകം ഉടായിപ്പാണെന്ന് കണ്ടുകൊണ്ടാണ് ഇവനായിട്ട് മാറി നിന്നത്. എന്താണ് ആ വാക്ക് തന്നെ മനസ്സിലായിക്കൂടെ? ഒക്കെ ആ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. വയനാട്ടിലെ വലിയ മഹാനായ കൽപ്പറ്റ സുഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സുഫിയാജ് പറഞ്ഞു, ഇവിടെ ഒരു ഔചരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവൻ എങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സുഫിയാജി വരക്കാൻ തുടങ്ങി. അവനെ വിളിക്കുക. ആരെ വിളിക്കുന്നത്? ശംസുൽ ഉലമ. മോനോട് ഇവിടെ വരാൻ വരുന്നുണ്ട്. അവരെ ശംസുൽ ഉലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുനാ ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ
ഇവനാകെ പറിച്ച ശംസുലുലമയുടെ സിംഹഗർജനമാൻ. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കുക അവന്. മറിയുന്ന ആരാന്റെ കൂട്ടിലെ കോഴി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കുക അവനെ. അവൻ അടി കിട്ടിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടി അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുക്കലേക്ക് വരുന്നില്ല.